ഇപ്പൊ ഈ മത്സരിച്ച കാര്യം പറഞ്ഞപ്പോൾ ഇനിയും കൊല്ലത്ത് മത്സരിക്കാൻ സാധ്യതയുണ്ട്. കാരണം ആ സമയത്ത് തന്നെ പോസ്റ്റർ അടിക്കുന്നതുമായി ബന്ധപ്പെട്ട് സഹകരണം ഇല്ലാത്തതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ബി.ജെ.പി പ്രവർത്തകരിൽ നിന്ന് പോലും സഹകരണം കിട്ടാത്തൊരവസ്ഥ വേദനയോടെ പറഞ്ഞിരുന്നു. ഇനി ഒരു അവസരം കിട്ടിയ കൊല്ലത്ത് വീണ്ടും മത്സരിക്കോ? ഒന്ന് നമുക്കറിയില്ല പാർട്ടിയുടെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇപ്പോൾ എന്നോട് മത്സരിക്കുന്നു വെച്ചാൽ ഇപ്പോൾ ഞാൻ പിന്നെന്താ ഞാൻ നാളെ റെഡിയാന്നൊക്കെ പറയും. പാർട്ടി തീരുമാനിക്കും. കാരണം ഇനിയൊരു ഇലക്ഷൻ വരുന്നത് എപ്പോഴെന്നറിയില്ല. അപ്പോൾ തന്നെ സാഹചര്യങ്ങൾ മുഴുവൻ മാറും. പാർട്ടിയിൽ ആരൊക്കെ ചേരുന്നു, പുതിയ പുതിയ പാർട്ടികൾ ഇന്ത്യയിൽ പാർട്ണറായിട്ട് വരുന്നുണ്ട്, നമുക്കൊന്നും അറിയില്ലല്ലോ. ഇലക്ഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും ഇലക്ഷനോട് അടുക്കുമ്പോൾ ആ ലാസ്റ്റ് ഒരു മാസം ഇതും കഴിഞ്ഞ് ലാസ്റ്റ് 7 ദിവസം ഇസ് വെരി ക്രൂഷ്യൽ എന്ന് പറയും. അപ്പോൾ പാർട്ടി തീരുമാനിക്കുന്നതനുസരിച്ച് എനിക്കങ്ങനെ വലിയ ഇലക്ഷനോട് നിൽക്കുന്ന താല്പര്യമുള്ള ഒരാളല്ല ഞാൻ. പാർട്ടിയിൽ പ്രവർത്തിച്ച് പാർട്ടിയെ വളർത്താൻ ഇഷ്ടമാണ്. നിൽക്കാൻ പറഞ്ഞ് നിൽക്കും. പക്ഷേ ഇപ്പം നമ്മൾ 2 സ്ഥലത്ത് പാർട്ടി പറഞ്ഞത് പ്രകാരം നമ്മൾ നിൽക്കുന്നു. അപ്പോൾ ഇനി പാർട്ടിയോട് നമുക്കും പറയാം, വിജയ സാധ്യതയുള്ള സംഭവങ്ങളും സ്ഥലങ്ങളുണ്ട്, അവിടെ നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധ്യതകളുണ്ട്. അപ്പം നമുക്കും പ്രപ്പോസൽ അങ്ങനെ കൊടുക്കാം. സ്വയം തോന്നിയിട്ടുള്ള ഒരു മണ്ഡലമുണ്ട്. ഈ മണ്ഡലത്തിൽ ഞാൻ നിൽക്കുകയാണെങ്കിൽ വിജയം ഉണ്ടാകും എന്ന് സ്വയം തോന്നിയിട്ടുള്ള ഏതെങ്കിലും മണ്ഡലങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? സ്വാഭാവികമായിട്ട് അങ്ങനെ തോന്നും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലങ്ങളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ബന്ധങ്ങളുണ്ടാകുന്നു. ഇപ്പം ഞാൻ തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്ന ഒരാൾ, ജനിച്ചത് ഇവിടെ അല്ലെങ്കിലും എൻ്റെ ജീവിതത്തിൻ്റെ ബഹുഭൂരിപക്ഷവും വളർന്നത് ഇവിടെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ബന്ധങ്ങൾ കൂടുതലാണ്, സ്ഥലത്തെപ്പറ്റി കൂടുതൽ അറിവുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എന്നെ കൊല്ലത്തുണ്ട് പുനലൂരോട് നിർത്തിയിട്ട് ഉടനെ ഓടിക്കളഞ്ഞ് എനിക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല. മനസ്സിലായി? ഇത് ഗൂഗിളൊക്കെ ഉണ്ടായിരിക്കും, അത് വെച്ച് തപ്പിപ്പിടിക്കും. അതേസമയം ട്രിവാൻഡ്രത്ത് വണ്ടി ഓടിച്ച് എയർപോർട്ടിലോട്ട് പോകുന്നു, ബ്ലോക്ക് ആണെങ്കിൽ അപ്പുറത്തെ വഴി കൊടുക്കും, വള്ളക്കടവ് ബ്ലോക്ക് ആണെങ്കിൽ ഇപ്പുറത്തൂടെ എടുക്കും. നമുക്ക് ഇവിടുത്തെ ജോഗ്രഫി അറിയാം, ബന്ധങ്ങളുണ്ട്, ഇവിടുത്തെ അടിയൊഴുക്കുകൾ അറിയാം, പല പല കാര്യങ്ങളുണ്ട്. അപ്പോൾ പാർട്ടി പക്ഷേ അപ്പോൾ വിശ്വസിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇല്ല, ഇയാൾ സിനിമ കൊണ്ടും എല്ലാം അറിയപ്പെടുന്നുണ്ട്, അങ്ങനെയും കുറേ ആൾക്കാർ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുഴപ്പമില്ല, പരിചയമില്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയാലും കുഴപ്പമില്ലെന്ന് ആ വിശ്വാസം നമ്മളിൽ വെച്ചല്ലോ, അത് തന്നെ എനിക്ക് വലിയ ഒരു സന്തോഷവും സംതൃപ്തിയും തരുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് മത്സരിക്കുമെന്ന് ചോദിച്ചാൽ പാർട്ടി പറയുന്ന പോലെ ഇരിക്കും.